ഗൈസ് ഞാനൊരു കഥ சொல்லட்டுமா? ഗൈസിന്റെ ബെയർ സ്കിൻ ഹലോ ഗൈസ്, ആശി എന്താ ഉറങ്ങുന്നോ? ഹാങ്ങോ മസാജിക്കില്ല. അപ്പൊ ഇവര് റെഡി ആകുമ്പോഴത്തേക്കും നമുക്ക് റെഡി ആയിട്ട് വരാം. ഞാനും ഷായും അപ്പൊ റെഡി ആയിട്ട് വരാം. അപ്പൊ കാണാം. ഓക്കെ ഗൈസ്, ഞാൻ മുഖത്തിപ്പം വേറൊന്നും ഇട്ടിട്ടില്ല. ഞാൻ ജസ്റ്റ് മുടി ഒന്ന് കെട്ടിക്കൊടുത്തു. ഹെയർ സ്റ്റൈൽ ഞാൻ വെളി ഇറങ്ങിയിട്ട് നല്ലപോലെ കാണിച്ചു തരാം. ആൻഡ് ഒരുപാട് പേരെൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട് ഞാൻ ഏത് ലിപ്സ്റ്റിക്കാണ് യൂസ് ആക്കുന്നതെന്ന്. അത് കാണിക്കാനാണ് ഗൈസ് ഞാൻ വന്നത്. മൈ ഓൾ ടൈം ഫേവറേറ്റ് ലാക്മേ ന്യൂഡ് മിത്ത്. അപ്പം ഈ ഒരു ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം. അതുകൊണ്ട് ഏകദേശം ഞാൻ ഇതൊന്നും അല്ല, ഏതിലും അപ്പുറം ഞാൻ യൂസ് ചെയ്തിട്ടുണ്ട്. ഇത് മാത്രമാണ് എനിക്കിഷ്ടം. നല്ല ന്യൂഡ് ലിപ്സ്റ്റിക്കാണ്, നമ്മുടെ നാച്ചുറൽ ലിപ്സ് പോലെ ഉണ്ട്. ഇപ്പം ഞാൻ ചുണ്ടിലൊന്നും ഇട്ടിട്ടില്ല കേട്ടോ. ചെയ്തിട്ടതിന് ശേഷം ഞാൻ കാണിച്ചു തരാം. ഭയങ്കര നാച്ചുറലായിട്ടിരിക്കും. എനിക്ക് നാച്ചുറലായിട്ടിരിക്കുന്ന ഇഷ്ടം. എനിക്ക് ഡാർക്ക് ഷെയ്ഡ് ഒന്നുമേ ഇഷ്ടമല്ല. ഞാൻ എന്താ കണ്ട ഇതിൻ്റെ ഇത് വരുന്നതെന്ന് പറഞ്ഞാൽ നാണ്ടേ നോക്കൂ, ന്യൂഡ് മിത്ത് 17 നോക്ക് കണ്ടാ. ഞാൻ മുഖത്തൊന്നും ഇട്ടിട്ടില്ല കണ്ടോ. മൈ ബെയർ സ്കിൻ. അതിൻ്റെ കൂടെ ഈ ഒരു ലിപ്സ്റ്റിക്ക് കൂടി ഇട്ട് കഴിഞ്ഞാൽ ഭയങ്കര നാച്ചുറലായിരിക്കും. നോക്കേ, ഭയങ്കര നാച്ചുറലാണ്. പക്ഷേ ഗൈസ് നമ്മളെല്ലാവരും റെഡിയായി താന്നി പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. ആഷിക്കിന്റെ നീരാട്ടും മുസ്ലിയുടെ നീരാട്ടും എല്ലാം കഴിഞ്ഞിറങ്ങിയപ്പോൾ നമ്മൾ താമസിച്ചു ഗൈസ്. എന്റെ ഷാ അതിലൊക്കെ പിടിക്കണം, നേരത്തെ നീരാടി കഴിഞ്ഞ്. ആഷിക്കിനൊരു മസാജും കഴിഞ്ഞു, കുളിയും കഴിഞ്ഞു. ഓ, മസാജിങ് സെന്ററോ? ഹെയർ മസാജ്. അതാ പറഞ്ഞു, നവരത്ന ഓയിൽ. അപ്പൊ നമുക്ക് ബാക്കി താന്നി പോയിട്ട് കാണാം. ഗേൾസിന്റെ ബെയർ സ്കിൻ മേക്കപ്പ് ഇടാത്ത ബെയർ സ്കിൻ. മേക്കപ്പ് ഇട്ട മുഖമാണോ കൊള്ളാതെ, മേക്കപ്പ് ഇടാത്ത സ്കിന്നാണോ കൊള്ളാന്ന്? മേക്കപ്പ് ഇടാത്ത. ആഷിക്കിന്റെ ഒപ്പീനിയൻ എനിക്ക് വേണ്ട. ആഷിക്ക് വല്ല റൂഡായിട്ടുള്ള വല്ല വിയേർഡ് ആയിട്ടുള്ള ആൻസേഴ്സ് ആയിരിക്കും പറയുന്നത്. സോ ഇഗ്നോർ. സത്യം പറഞ്ഞാൽ നമ്മൾ താന്നി പോകണമെന്ന് പ്ലാൻ ചെയ്തതോ ഒന്നുമല്ല. പെട്ടെന്ന് പോവാം എന്ന് പ്ലാൻ ചെയ്തങ്ങ് ഇറങ്ങിയതാണ്. അല്ലാതെ നേരത്തെ പ്ലാൻ ചെയ്തോ കാര്യങ്ങളോ ഒന്നുമല്ല. അതും ഷായായിട്ടാണ് ഗൈസ് ഇങ്ങോട്ട് പറഞ്ഞത് പോവാന്നുള്ളത്. എന്താണ് മിണ്ടായിരിക്കുന്നേ? What happened to you? Nothing happened. എന്ത് പറ്റി ഷാ? ഗൈസ് എന്റെ ലിപ്സ്റ്റിക് ഷെയ്ഡ് കൊള്ളാമോ? ഞാൻ നേരത്തെ പറഞ്ഞ ലിപ്സ്റ്റിക് ഷെയ്ഡാണ്. കൊള്ളാമോ? ഭയങ്കര നാച്ചുറൽ പിങ്കാണ്. അപ്പോൾ നമ്മൾ താന്നിയിൽ എത്തിയിരിക്കുകയാണ്. നമ്മൾ കുറേ നാൾക്ക് ശേഷമാണ് താന്നിയിൽ വരുന്നത്. ഒരുപാട് നാളായി. പണ്ട് എപ്പോഴും ഞാനും ഷായും റിലേഷനിലായിരുന്ന സമയത്ത് എപ്പോഴും ഞങ്ങൾ വരുമായിരുന്നു താന്നിയിൽ, ഉമ്മായൊക്കെ ആയിട്ട്. പക്ഷെ അതിനുശേഷം താന്നിയിൽ വരാനുള്ള ഇൻട്രസ്റ്റ് ഒക്കെ പോയി ഞങ്ങളങ്ങനെ വരാറില്ല. കൊച്ചു അഹങ്കാരം. കൊച്ചു വീട് എന്നെ പിടിക്കുന്നതിരാള്. ഇത് ഒരു കൊച്ചു വർക്കലയാണ് കണ്ടോ. കൊച്ചു ക്ലിഫാ. നല്ല വൃത്തിയായിട്ട് കിടന്ന് ബീച്ച് നശിപ്പിച്ച് കുരുത്തം കെട്ടവന്മാരാ രണ്ടും. ഒന്ന് തോണ്ടേ വീട് വച്ചേ വീടട്ടെ. കണ്ണീർ പൂവിന്റെ കവിളിൽ തലോടി. നല്ല ഭംഗിയുണ്ട് കേട്ടോ. ഷാടെ കണ്ണ് ബ്രൗൺ ആണോ നോക്കട്ടെ വെയിലത്ത് വെച്ചിട്ട്. അത് തിരിഞ്ഞേ, ഇങ്ങോട്ട് തിരിഞ്ഞേ. നോക്കട്ടെ. അയ്യോ, ഇതിനകത്ത് അറിയാൻ പറ്റുന്നില്ലടേ ഷാ. എക്സ്പോഷർ തോന്നിട്ടോ അറിയാൻ പറ്റുന്നില്ല. നോക്കട്ടെ. തിര വന്നു കഴിഞ്ഞാൽ ഓടി ഇറങ്ങാൻ പറ്റത്തില്ല. പക്ഷെ അങ്ങോട്ട് തിരിഞ്ഞേ. അവിടെ സേവ് ദ ഡേറ്റ് നടക്കുന്നു ഗായ്സ്. താടി വളർന്നു, മീശ വളർന്നു, മുടി വളർന്നു.
അതൊക്കെ വെട്ടാൻ സമയമായിരിക്കുന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ ആഷിക്കിന് വീഡിയോസിൽ വരാൻ ഒന്നും ഇഷ്ടമല്ലാത്ത ഒരാളാണ്. പക്ഷെ ഞാനാണെങ്കിൽ കുത്തിപ്പൊക്കി കൊണ്ടുവരുന്നതാ. അങ്ങനെ നിൽക്കുന്നത് ആഷിക്ക്. ഗൈസ് ആഷിക്കും കളിക്കുന്നു ഗൈസ്. ഗൈസ് ആഷിക്ക് മുസ്നയെ അവിടെ നിന്ന് സ്നേഹിക്കുന്നു, വഴക്കിടുന്നു. വാ കടലിനകത്തോട്ട് സ്റ്റോറി ഇടാനാ കൊള്ളാട്ടെ. ഇതിനകത്തെടുത്തിട്ടുള്ള സൂര്യനും കൂടെ എടുത്തിച്ചിരിങ്ങനെ. അടിപൊളി ഫ്രെയിം. ആഷിക്കിന്റെ അടുത്ത് ചരിച്ചെടുത്ത് സ്റ്റോറി ഇടാൻ പറയാം. അല്ലേലും വ്ളോഗ് എടുക്കുമ്പോ ഞാൻ വേണം. എനിക്കും കൂടെ, ഞാൻ അങ്ങനെ നടക്കട്ടെ. എനിക്കും ആദ്യം റീൽ എടുക്കട്ടെ, എന്നിട്ട് മതി. കിട്ടില്ല. പക്ഷെ ഇത് സൂപ്പർ കേട്ടാ. അയ്യോ ഇങ്ങനെ സൂപ്പർ. അത് കിട്ടില്ല എനിക്ക്. കൊലാകാരനാ. സത്യം പറഞ്ഞാൽ ഞാനും ഷായി ഒരുപാട് നാളെ ഇതുപോലെ ബീച്ചിലൊക്കെ പോയി കിടന്നൊന്ന് അർമാദിച്ചിട്ട്. ലാസ്റ്റായിട്ട് വർക്കലേ പോയെങ്കിലും ഞങ്ങൾ ഇങ്ങനെയൊന്നും അർമാദിച്ചിട്ടില്ല. ഞങ്ങൾ റിലേഷനിലായിരുന്ന സമയത്ത് ഇതുപോലായിരുന്നു. ഉമ്മായി ഞങ്ങളെല്ലാവരും കൂടെ ആയിരുന്നു പോകുന്നത്. അപ്പോഴത്തേക്ക് ഞങ്ങൾ ഇതുപോലെ പോയി കിടന്ന് കടലിലും മണ്ണിലും ഒക്കെ കയറി കിടന്ന് വരവുമായിരുന്നു. സത്യം പറഞ്ഞാൽ അതൊക്കെ ഭയങ്കര നൊസ്റ്റാൾജിക് ഫീൽ ഇപ്പോൾ അടിക്കുന്നുണ്ട്. കാര്യം കല്യാണം കഴിഞ്ഞ് 2 വർഷമായി. ഈ 2 വർഷത്തോളം ഇങ്ങനൊരു ഇതിൽ ഞങ്ങൾ ചെയ്തിട്ടില്ല. ഈ ഒരു ബീച്ചിലൊക്കെ പോയി ഇങ്ങനൊരു കളിയും ചിരിയൊക്കെ. ഞങ്ങള് രണ്ടുപേരും കാണാൻ ഒരേപോലെ ഉണ്ടോ? ഞാൻ വെളുത്തിട്ടും അവള് കറുത്തിട്ടല്ലേ? ആണോ? ആർക്കാ വെളുപ്പ് കൂടുതൽ? എനിക്ക് എന്റെ പല്ല വെളുപ്പ്, എന്റെ പല്ല് മഞ്ഞച്ചതാ. ആക്ച്വലി യെല്ലോയിഷ് വൈറ്റ് വരുന്ന പല്ലാണ്. മഞ്ഞ കളറായി പോയതാ. അല്ല കേസ് അല്ല. എന്റെ ഹെയർ സ്റ്റൈൽ കൊള്ളാവോ? നിങ്ങൾക്ക് ഇവിടെ ഞങ്ങള് ഇപ്പം ഇവിടെ കൊല്ലത്ത് വർക്കല അല്ലാതെ വേറൊരു ക്ലിഫ് കണ്ടുപിടിച്ചിട്ടുണ്ട്. താനി ക്ലിഫ്. ദിസ് ഇസ് കോൾഡ് താനി ക്ലിഫ്. വരും വർഷങ്ങളില് ഒരു ക്ലിഫായി മാറാൻ ചാൻസ് ഉണ്ട്. വാട്ട് ഈസ് കോൾഡ് ക്ലിഫ്? ക്ലിഫ് ഈസ് എ ക്ലിഫ്. ബയോളജി അറിയാം. Oh my god. സോറി, ജിയോഗ്രഫി അറിയത്തില്ല ഗീസ്. ബയോളജി. കണ്ടോ ക്ലിഫ്? കണ്ടോ? ഷായുടെ പകുതിയോളം മണ്ണ് ആണ് ഇടിഞ്ഞിട്ടുള്ളത്. കണ്ടോ? ഗൈസ്, മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ബീച്ച്. അവിടെ വന്ന് നമ്മൾ കുറെ നേരം അപ്പൊ ഞാൻ പറഞ്ഞു വന്നത് നമ്മുടെ മൈൻഡ് റിലാക്സ് ചെയ്യാൻ പറ്റിയൊരു സ്ഥലമാണ് ബീച്ചസ്. അപ്പം അവിടെ വന്ന് നമ്മൾ കുറേ നേരം ഇങ്ങനെ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ മൈൻഡ് നല്ല റിലാക്സ് ആവും. നമുക്ക് ഭയങ്കര ഹാപ്പിനെസ് ഉണ്ടാവും. ആൻഡ് ഷായ്ക്ക് എന്ത് പറ്റി? എന്തെങ്കിലും വിഷമം ഉണ്ടോ? ഇല്ല, ഞാനെല്ലാം പിടിച്ചോണ്ട് ഇവിടെ മാറി. നമ്മുടെ ക്ലിഫിന്റെ ഇവിടെ വരെ വെള്ളം വന്നു ഗൈസ്. കണ്ടോ? ഇതാണ് ഞാൻ ക്ലിഫ് എന്ന് പറഞ്ഞത്. നമ്മുടെ റോഡ് അവിടാണ്, വണ്ടി അവിടാണ്. ആൻഡ് കണ്ടോ, ഇവിടുന്ന് ഇത്രയും പൊക്കമുണ്ട് കടലിലേക്ക്. ഇത്രയും മണ്ണിടിച്ചിലുണ്ട്. നാളൊരു സമയം ഇതൊരു ക്ലിഫായി മാറാം. ഞാൻ എന്തേലും മണ്ടത്തിലാണ് പറയുന്നതെങ്കിൽ ക്ഷമിക്കൂ ഗൈസ്. എന്താ മൂസ്നയെ ആഷിക്ക് നല്ലപോലെ ഒന്ന് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു. മൂസ്നക്ക് വെള്ളം കണ്ട ഭയങ്കര കലിയാണ്. കുളിക്കാനും കളിക്കാനും എല്ലാം ആയിട്ട്. പ്രത്യേകിച്ച് വർക്കല, താന്നി, കാപ്പിലൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. അതുപോലെ ഞങ്ങൾക്കും ഭയങ്കര ഇഷ്ടം. പിന്നെ ഞാനാണെങ്കിൽ ഒരുങ്ങി കെട്ടിയൊക്കെ വന്നു കഴിഞ്ഞാൽ എനിക്ക് ഇറങ്ങാൻ വലിയ ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇറങ്ങിക്കഴിഞ്ഞാൽ തിരിച്ച് കയറാനും ബുദ്ധിമുട്ടാണ്. എൻ്റെയും മൂസിനയുടെയും സെയിം സ്വഭാവമാണ്. അതുപോലെ ഷായിക്കും ആഷിക്കും അനിയും എല്ലാവരും ഒരുപോലെ തന്നെയാണ്. മൂസിനായി ആഷിക്ക് അടക്കുന്ന നമ്മൾ കല്ലിൽ കൂടെ നടന്നതാ മോളിക്കറാൻ പോണത്. This is my shoes. Musna, ba.
മുസിന മല കയറുന്നു ഗൈസ്. And Ashik is there. ആഷിക്കേ പാളിച്ച ചിരി. എല്ലാരും ചോദിക്കുന്ന ആഷിക്കിന്റെ മുഖം എന്താ എപ്പോഴും ഇങ്ങനെ ബൂന്നിട്ട് ഇരിക്കുന്നതെന്ന്. സ്നേഹിക്കുന്നവരെ നോക്കി മാത്രം ആഷിക്ക് നല്ല എക്സ്പ്രഷൻ ഇടും. അതത്ര നല്ല സ്വഭാവം അല്ലല്ലോ എന്നിരിക്കുന്നത് എന്ന് ആൾക്കാർ ചോദിക്കുന്നു. ബ്ലഷ് കാണിച്ചേ. എന്തൊക്കെ കാണിക്കുന്ന ആഷിക്ക് ഏതായാലും അവിടെ പോയിരി. ഇന്റെ മോള് താഴെ കടലിൽ തിര, മോളിൽ കാറ്റ്. കൊള്ളത്തില്ലേ ചാ? കടലിൽ തിരയടിക്കുന്നു, മോളിൽ കാറ്റടിക്കുന്നു. ആഷിക്ക് കൊള്ളാവോ? കൊള്ളത്തില്ലേ ഗൈസ്? കടലിൽ നിന്ന് ഇത്രയും പൊക്കത്തിലാണ് ഞങ്ങൾ ഇരിക്കുന്നത്, കണ്ടോ? ആഷിക്കിന്റെ ചന്തി ഉയരത്തിലാണ് ഗൈസ്. ആഷി സ്മൈൽ പ്ലീസ്. കണ്ടാ, ഇത് ആഷിക്കിന്റെ മുഖം. ഒന്നുകൂടെ എന്റെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കുന്ന ഗൈസ്, ഞാനൊരു കഥ ചൊല്ലട്ടുമാ. ഈ താന്നി ബീച്ചിൽ ഒരു കഥയുണ്ട് ഗൈസ്. എന്താണെന്നറിയാവോ? താന്നി ബീച്ചിന്റെ കഥയൊന്നുമല്ല, എന്റെ ഷാഡയും കഥ. എന്റെ വീട്ടില് വാപ്പ ആദ്യമായിട്ട് ഞങ്ങളുടെ റിലേഷൻ പൊക്കുന്നത് താന്നിയിൽ വെച്ചിട്ടാണ്. നിങ്ങൾക്ക് അറിയാമോ? എന്താ ഷാ ഒരു റിയാക്ഷൻ ഇല്ലാത്തെ? അപ്പൊ ഞങ്ങളുടെ ലവ് സ്റ്റോറി അടുത്ത വ്ലോഗിൽ ഞാൻ പറയാം. ഓക്കെ ഗൈസ്, ദാ നോക്ക്, എല്ലാം ഇവിടെ കിടന്ന് കുത്തി മറിയുവാണ് ഗൈസ്. എത്ര പിള്ളേരുണ്ടെന്ന് നോക്കി. അവരോടൊപ്പം അവരെ ഫാമിലി എൻജോയ് ചെയ്യുന്നല്ലേ, ഉമ്മായും പാപ്പായും എല്ലാം. ആഷിക്ക് അയവിറക്കുന്നു. കുരുത്തം കെട്ട പിള്ളായിരുന്നു മുസിന. ആഷിക്കിന് കൊച്ചു പിള്ളേരെ കാണുമ്പോഴേ ആണോ? ആഷിക്കിന്റെ പിള്ളേരെങ്ങാനായിരുന്നെങ്കിൽ രണ്ടടിയും കൊടുത്ത് വിടപ്പിടിച്ച് കെട്ടിയിട്ടേനെ കല്ലില്. ആഷിക്കിന്റെ പിള്ളേര് കുരുത്തക്കേട് കാണിക്കുന്ന ഇഷ്ടമേ അല്ല. അതാ നോക്കിയിരിക്കുന്നുണ്ടോ? നോക്കിയിരിക്കുന്നൊക്കെ കുരുത്തം കെട്ട പിള്ളേർ എന്ത് കാണിക്കുന്ന എന്നാ ആഷിക്ക് ആലോചിക്കുന്നേ. ഞങ്ങള് ചതിക്കാത്ത ചെമ്പിലെ അതല്ല ആ പാട്ട് ഡാൻസ് കളിക്കാൻ പോണേ. അത് കഴിഞ്ഞിട്ട് മറ്റേ കിളിക്കൂടല്ല, സ്വപ്നക്കൂടാ. ശോഭന കളിക്കത്തില്ല, ശോഭനല്ല ഭാവന. അത് കളിച്ച് ഇങ്ങനെ പോണം. ഈ രണ്ട് സീന് ഷായ് ഞാൻ കളിക്കാൻ പോകണം. ഓക്കെ ആഷിക്ക്? ഓക്കെ റെഡി? ഷാ പാട് ഞങ്ങൾ കളിക്കാം. കളിച്ചോ. ബാക്കിലൊരു മാസ്കറി കഴിഞ്ഞില്ല, ബാക്കിയോടെ കളിക്കേ. ഞാൻ ഇനി കറക്കാം. ഇതിന്റെ മേളിൽ കയറി ഗൈസ് ഈ സാഹസങ്ങള്. ഞാൻ എന്റെ ആശിക്കിന് കമ്പനി കൊടുക്കട്ടെ മാറം കൊണ്ട്.
നിങ്ങൾക്ക് ഇതിനൊന്നും പറ്റുന്നില്ലല്ലോ. നോക്ക് ഈ ഒരു തുണ്ട് കഷ്ണത്തിന്റെ മേലെ കയറുന്ന ഇതെല്ലാം ഇതിന്റെ അടിയിലോട്ടെങ്ങാണ് പോയാൽ പിന്നെ ഒരു പൊടിയും കിട്ടത്തില്ല. എന്തുവാ എക്സ്ചേഞ്ച് ആയി സ്ഥലങ്ങളിൽ നിന്ന്. ആഷിക്കേ ഗൈസ് പിടിച്ചേ. സാധാരണ ഞാനും ഷാമൂസിനായിട്ടായിരിക്കും കിടന്ന് പറയുന്നത് ബീച്ചിൽ പോവാം താന്നി പോവാന്നൊക്കെ. ഷാ അങ്ങനെ പറയാറില്ല. വല്ലപ്പോഴും വെറൈറ്റി സ്ഥലങ്ങളിലൊക്കെ പോകാനേ ഷാ പറയാറുള്ളൂ. ഒന്നെങ്കിൽ വല്ല വെള്ളച്ചാട്ടത്തിലോ മൗണ്ടെയ്ൻസ് അങ്ങനത്തെ എനിക്ക് മലകളിലോ വർക്കലോ അങ്ങനെയൊക്കെ ഷാ പറയാറുള്ളൂ. ഈ അടുത്ത് കിടക്കുന്ന സ്ഥലങ്ങളിലൊന്നും ഇങ്ങനെ ഷാ പോവാറേ ഇല്ല. പക്ഷെ ഇന്ന് പെട്ടെന്ന് ഫോൺ വിളിച്ചിട്ട് താഴെ നിൽക്കുകയായിരുന്നു. എടി വാ ഒരുങ്ങി നമുക്ക് താന്നി വരെ പോയിട്ട് വരാം. അവരെടുത്ത് ഒരുങ്ങാൻ പറ. ഞാൻ അന്ത് വിട്ട് പോയി ഗൈസ്. അന്ത് വിട്ട് കൊന്തം വീഴി പോയി ഗൈസ്. യെസ് ഗൈസ്. എന്താ പറ്റി ഷാ? ഒന്നും പറ്റില്ല. എന്താ പറ്റി? നത്തിങ്. അപ്പോൾ ഗൈസ് താന്നിയിലെ ഇന്നത്തെ വ്ളോഗ് ഇവിടെ അവസാനിക്കുകയാണ്. അപ്പം ഞങ്ങളിനി നേരെ ചായ കുടിക്കാൻ പോവാ. ആ വ്ളോഗ് ഞാൻ വേണമെങ്കിൽ അടുത്ത വീഡിയോ ആയിട്ട് ഇടാം ഗൈസ്. പട്ടുമല്ല ഇംഗ്ലീഷ് പഠിച്ചെന്ന് പറഞ്ഞാൽ എന്താ കാര്യം. അപ്പൊ ഞങ്ങളുടെ വീഡിയോസ് എല്ലാവർക്കും ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ. അപ്പൊ അടുത്ത വീഡിയോ കാണുന്നവരെ സൈനിങ് ഓഫ്.